കോൺഗ്രസിനെതിരെ ആരോപണം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ശശി തരൂരിന്റെ പ്രസ്താവനകളിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തരൂർ ഉയർത്തുന്ന വിവാദങ്ങളോട് അകലം പാലിക്കാൻ വക്താക്കൾക്കാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയങ്ങളിൽ ഔദ്യോഗിക നിലപാട് ഹൈക്കമാൻഡ് പറയേണ്ട സമയത്ത് പറയുമെന്നും നേതാക്കൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശശി തരൂർ തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനത്തെ ഗൗരവമായി തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കാണുന്നത്. പക്ഷേ അതിനോട് ഇതുവരെ പ്രതികരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ നേതാക്കൾക്ക് ശശി തരൂർ തുടർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വരുന്നുണ്ട്. ചില നേതാക്കൾ പക്ഷേ പരസ്യമായി ശശി തരൂരിനെ തള്ളിപ്പറയുന്നുമുണ്ട്. തരൂർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ എഴുതിയ ലേഖനം അത് വലിയ രീതിയിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. ടി സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, വിവിധ വിഷയങ്ങളിൽ തരൂർ തുടർച്ചയായിട്ട് കോൺഗ്രസിനെതിരെ നിലപാടെടുക്കുകയാണല്ലോ. മോദിയെ പുകഴ്ത്തുന്നു, അതേസമയം ഇന്ദിരാഗാന്ധിക്കെതിരെ അദ്ദേഹം ലേഖനം എഴുതുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിൽ. പക്ഷേ ഹൈക്കമാൻഡ് ഇതുവരെ കൃത്യമായിട്ട് ഒരു മറുപടി ഇക്കാര്യത്തിലൊന്നും നൽകുന്നില്ലല്ലോ. പവൻ ഖേരയെ പോലെയുള്ള നേതാക്കൾ, മാണിക്യം ടാഗോറിനെ പോലെയുള്ള നേതാക്കൾ ട്വിറ്ററിൽ ഓരോരോ കാര്യങ്ങൾ എഴുതുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ സംസ്ഥാനത്തെ നേതാക്കൾക്കും അതൃപ്തി ഉണ്ടല്ലോ. തുടർച്ചയായിട്ട് അവർ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴും ഹൈക്കമാൻഡ് മൗനത്തിലിരിക്കുകയാണല്ലോ. മറ്റ് നേതാക്കളോടും ഒന്നും മിണ്ടേണ്ട എന്ന് പറയുന്നു. എന്താണ് അങ്ങനെ? മഞ്ജുഷ്, വളരെ ജാഗ്രതയോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് AICCയുടെ നിലപാട്. കാരണം തരൂരിൻ്റെ നീക്കത്തിൽ വളരെ സംശയകരമായ സാഹചര്യം. തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തേക്ക് എന്ന ഒരു നിലപാടിലേക്ക് തന്നെ അനൗദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നേതാക്കൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പരസ്യ പ്രതികരണത്തിന് പോവേണ്ടതില്ല, ഇക്കാര്യത്തിൽ ജാഗ്രതയുള്ള നിലപാടെടുക്കണമെന്നതാണ്. പക്ഷേ ഇന്ന് വീക്ഷണം ദിനപത്രം അടക്കമുള്ളവർ തരൂരിനെ പരോക്ഷമായി വിമർശിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടുകൂടി ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയുടെ നിലപാടാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നമുക്ക് നേരത്തെ അറിയാം, VD സതീശനെ പോലെയുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് സതീശനടക്കമുള്ളവർ ഇക്കാര്യത്തിൽ താൻ അഭിപ്രായം പറയാനില്ല എന്ന നിലപാടാണ് എടുക്കുന്നത്. എന്നാൽ K മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ആവട്ടെ അല്പം കൂടി കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. അവർ തരൂരിനെ തള്ളിപ്പറയുന്ന നിലപാട്, തരൂർ അവിടെയാണോ ഇവിടെയാണോ എന്ന് പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാട് പോലും സ്വീകരിച്ചിട്ടുണ്ട്. അതായത് തരൂർ പാർട്ടിക്ക് പുറത്തേക്ക് എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്, നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതയോടെ ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒരു രക്തസാക്ഷി പരിവേഷം നേടിയെടുക്കാൻ തരൂർ ശ്രമിക്കുന്നുണ്ട്. അതിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്നതുകൂടി ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ വിലയിരുത്തലിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ശ്രദ്ധേയമാണ്. തരൂർ വേണ്ട സമയത്ത് നിലപാടെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. BJP നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞോ എന്ന് പോലും കോൺഗ്രസ് സംശയിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതായത് തരൂർ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു അജണ്ടയുണ്ട്, കൃത്യമായ ഒരു തിരക്കഥയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തരൂരിൻ്റെ നീക്കം. അതുകൊണ്ട് ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചു. സജിത്ത് പറഞ്ഞതുപോലെ ഒറ്റ കാര്യം മാത്രമേ കോൺഗ്രസിന് മുന്നിലുള്ളൂ. അതായത് തരൂർ പുറത്താക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തായി ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാവുക, അതുപോലെ തന്നെ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാതിരിക്കുക. ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ തരൂർ പയറ്റുമ്പോൾ അതിന് വഴങ്ങേണ്ട, അതല്ലേ ഇപ്പോൾ കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട്. പക്ഷേ എല്ലാ അതിരുകളും ലംഘിച്ച് തരൂർ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ നേതാക്കൾ മറുപടി പറഞ്ഞ് കുഴങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. നേതാക്കളോട് ഇങ്ങനെ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയാലും പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മുതിർന്ന നേതാക്കൾക്ക് പോലും കേരളത്തിൽ എന്തെങ്കിലും മറുപടി നൽകേണ്ടി വരും. മഞ്ജുഷ, അതുതന്നെയാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയവും. കാരണം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ. അങ്ങനെ ഒരു വ്യക്തി ഇത്ര ശക്തമായി എങ്ങനെ കോൺഗ്രസിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യപ്പെട്ട് കോൺഗ്രസിന് നിലപാടെടുക്കാതെ, അഭിപ്രായം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയം, ഇതുവരെ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയിരുന്ന തരൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കുന്ന നിലപാട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ശൈലിയാണ്. പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഇന്ദിരാഗാന്ധിയെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ രൂക്ഷ പരാമർശങ്ങൾ നടത്തുന്നു എന്നതാണ് സാഹചര്യം.
ഈ നീക്കം ബോധപൂർവം തന്നെയെന്ന് അവർ സംശയിക്കുന്നു. അതുകൊണ്ട് ഇതിൽ എങ്ങനെ പ്രതികരിക്കണമെന്നൊരു വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉയരുന്ന ചോദ്യം ഇതാണ്, എങ്ങനെ ഇത്ര ശക്തനായ ഒരു നേതാവിനെ, ഇത്ര ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന നേതാവിനെ തള്ളിപ്പറയാതെ നിലപാടെടുക്കാതെ മുന്നോട്ട് പോവാൻ കോൺഗ്രസിന് എത്ര കാലം കഴിയുമെന്ന ചോദ്യമാണ്. ഇവിടെ പ്രതിസന്ധിയിലാവുന്നത് സാധാരണ പ്രവർത്തകരും പ്രാദേശികമായുള്ള നേതാക്കളുമൊക്കെയാണ്. കാരണം ഇതിൽ എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യമാണ് അവർക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. ശരി, സജിനാഥ് ഇടപെടുകയാണ്. ഇപ്പോൾ